ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മനോജ് മാത്യു. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ മാർക്കാപുരം ജില്ലയിലെ പൊതിലി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നോടൊപ്പമായിട്ട് പ്രിയ സാർ ദേവദാസൻ നെഹമ്യ സാറുണ്ട്. അതുപോലെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈ ഗോസ്പൽ TV UPയുടെ അധ്യക്ഷനായിട്ടുള്ള സാജു വി തോമസ് സാർ കൂടെ ഉണ്ട്. എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല സുവിശേഷകനാണ്, പാസ്റ്ററാണ്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, ഒരു പ്രൊഫസറാണ്, MA MEdകാരനാണ്. അത്രയും നമുക്ക് പാസ്റ്റർമാർ ധാരാളം പേര് ഇപ്പോൾ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ളവർ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർ ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് അവർ ജോലി ചെയ്തുകൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ ദേവദാസനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചെയ്യുന്ന മിനിസ്ട്രിയെക്കുറിച്ചും ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. నమస్తే సార్. సార్ మీ పేరు, ఎక్కడ పుట్టారు, అమ్మ నాన్న కుటుంబం, రక్షణ పొందే మునుపు మీరేం చేశారు, ఆ విషయాలు కొంచెం చెప్పగలరా? ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ പേര്, സ്ഥലം, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം తెలుగులో പറയും, ഞാനത് നിങ്ങൾക്ക് మలయాళത്തിലേക്ക് విస్తరించి നൽകാം. చెప్పండి సార్. నా పేరు నెహేమియా, నెహేమియా. నేను యాక్చువల్గా ఒక చిన్న గ్రామంలో నుంచి పుట్టినాను. మా పేరెంట్స్ ఫార్మర్స్, వాళ్ళు వ్యవసాయం చేసుకుంటే కుటుంబం నుంచి వచ్చినాను. నేను చదువుకునేటప్పుడే మీలాంటి ఒక పాస్టర్ గారు వచ్చి ఇట్లా స్వార్థ పరిచర్య చేస్తూ ఉన్నప్పుడు నాకంటూ ఒక ఆలోచన వచ్చింది. దేవా, నువ్వు నాకు మంచి ఎడ్యుకేషన్ కానీ ఇస్తే నేను కూడా నీ పరిచర్యలో ఉంటాను, నేను జాబ్ చేసుకుంటూ నీ సేవలు చేస్తాను, తర్వాత నేను ఫుల్ మినిస్ట్రీకి వస్తానని చెప్పుకున్నాను. 1999 అంటే అప్పుడు ఇంటర్మీడియట్ చదువుతున్నప్పుడే నేను దేవుని నమ్ముకున్నాను, ప్రభువు నమ్ముకొని. తర్వాత నేను చదువు పూర్తి చేసుకున్నాక పరిచర్య చేస్తూ ఇట్లా ముందుకెళ్తూ ఉన్నాను. അതെ, 1999 കാലഘട്ടത്തിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ ജനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു വന്ന്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കർഷകരാണ്, ഗ്രാമങ്ങളിൽ കൂലിപ്പണികൾ ചെയ്യുന്ന, കർഷക വൃത്തി ചെയ്യുന്ന സമൂഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് വന്ന് ഒരു ദേവദാസനും സുവിശേഷം പറഞ്ഞു. സുവിശേഷത്തെക്കുറിച്ച് മുമ്പൊന്നും വലിയ അറിവില്ലായിരുന്നു. എങ്കിലും ആ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ചെറുപ്പത്തിൽ +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ്. എനിക്ക് വിദ്യാഭ്യാസം തന്നാൽ, നല്ല ഡിഗ്രികൾ ദൈവമേ നീ തന്നാൽ തീർച്ചയായിട്ടും ആ ജോലിയോടുകൂടി ഞാൻ നിൻ്റെ വേല ചെയ്തുകൊള്ളാം എന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു +1 +2 സമയം തൊട്ട് തന്നെ జోలిകൾ ചെയ്യുകയും ఆ జోలిയോടൊപ്പം దైవത്തിൻ്റെ వేల ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. తర్వాత మీ ఇంటర్మీడియట్ అంతా అయిపోయిన తర్వాత డిగ్రీ, ఈ PG అన్ని చదువుకుంటూ మళ్ళీ ఆ చర్చ్ మినిస్ట్రీ ప్రారంభించారా? చర్చ్ మినిస్ట్రీలో మీరు ఎక్కడెక్కడ చేస్తారు? గ్రామాల్లో చేస్తారా, టౌన్లో? చిన్న విలేజెస్ సార్ ఎక్కువ. ഞാൻ ചോദിച്ചത് നിങ്ങൾ നഗരത്തിലാണോ വില്ലേജുകളിലാണോ സുവിശേഷ വേല ചെയ്യുന്നതെന്നാണ്. చెప్పండి సార్, చెప్పండి. చిన్న విలేజెస్లోనే పరిచయం చేసుకుంటూ మొదలుపెట్టాను. తర్వాత చుట్టుపక్కల ఉన్నటువంటి ఇప్పుడు నేనున్నటువంటి ఈ పొదిలి ప్రాంతంలో కూడా దేవుని పరిచయం చేసుకుంటూ ముందుకెళ్తున్నాను. ഓക്കെ, അദ്ദേഹം തിരഞ്ഞെടുത്ത ആന്ധ്രാപ്രദേശിലൊക്കെ മുഴുവൻ ഗ്രാമങ്ങളാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലാണ് പുള്ളി കൂടുതലും പ്രവർത്തിക്കുന്നത്. ആ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു ചെറിയൊരു സിറ്റിയാണിത്, ഈ పొదిలి എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഇവിടെ താമസിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. సార్, మీరు ఎట్లాంటి విలేజెస్లో ఎట్లాంటి పరిచర్య చేస్తున్నారు సార్? ఎങ്ങനെയുള്ള సూచన? రిమోటెడ్ ఏరియాస్, చిన్న అంటే గాస్పల్ పరిచర్య, సువార్త లేనటువంటి అందనటువంటి గ్రామాలు ఉన్నాయి కదా, అలాంటి వాటి దగ్గరికి వెళ్ళి మనం పిల్లలను ఎంకరేజ్ చేయడం, యూత్ ముఖ్యంగా ഗവനിപ്പിస్తున్నాം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലും യവനക്കാരുടെ ഇടയിലാണ് നടക്കുന്നത്. അതായത് സുവിശേഷ പ്രവർത്തനങ്ങൾ, ചർച്ചകളൊക്കെ ഇല്ലാത്ത, വലിയ പ്രവർത്തനങ്ങളില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് പോവുകയും അവിടെ ചെറുപ്പക്കാരെക്കുറിച്ച്, ഇപ്പോൾ സാറ് പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്, ആ കോളേജുകളിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെ കേന്ദ്രീകരിച്ച്, അവരുമായിട്ടുള്ള റിലേഷനിലൂടെ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള వచనం അറിയിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ ఆరాధనలోకి നടത്തുക, അങ്ങനെയുള്ള ప్రవర్తనలను ചെയ്യുന്നത്. సార్, మీ వర్క్లో మీరు చేసే పరిచర్యలో మీరేమైనా ఇబ్బందులు
మీకు ఏదైనా ప్రాబ్లమ్స్ వస్తాయా? గ్రామాలంటే కొన్ని ప్రజలు వేరుగా ఉంటాయి కదా, వారేమైనా అడ్డంగాలు పెట్టే టైం ఉంటాయా? దాన్ని మీరు ఎలా ఎదుర్కొన్నారు? ഞാൻ ചോദിച്ചത് പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നാണ് ചോദിക്കുന്നത്. చెప్పండి. ప్రస్తుతానికైతే అలాంటివి అనిపించలేదు. మనం వెళ్ళిన చోట ఎందుకంటే మనకు తెలిసిన పిల్లలే కాబట్టి యూత్ వాళ్ళు రిసీవ్ చేసుకుని బాగా ఎంకరేజ్ చేస్తారు. ഓക്കെ ഓക്കെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, കാരണം അതൊരു വ്യത്യസ്തമായ രീതിയാണ്. കാരണം അദ്ദേഹത്തിന് ഈ ചുറ്റുമുള്ള ധാരാളം ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ, അദ്ദേഹം സുവിശേഷകനാണ്, പാസ്റ്ററാണെന്ന് എല്ലാവർക്കും അറിയാം. പുതിയ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരുടെ വലിയൊരു സപ്പോർട്ട്, വിദ്യാർത്ഥികളുടെ വലിയൊരു സപ്പോർട്ട് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ഇപ്പോൾ വരെയും അദ്ദേഹത്തിൻ്റെ ప్రవర్తనങ്ങളിൽ ഒരു తടస్సങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. సార్, మీరు యవనస్తుల మధ్యలో పరిచయం చేస్తున్నారా? ఈ తరంలో యవనస్తులు ఈ మనం సువార్త చెప్తే ఎలా రెస్పాండ్ అవుతున్నారు? ഞാൻ ചോദിച്ചത്, അദ്ദേഹം ചെറുപ്പക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്, ഇന്നുള്ള യുവാക്കൾ എങ്ങനെയാണ് സുവിശേഷത്തോട് പ്രതികരിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. చెప్పండి సార్. యూత్ యవనస్తులు కొంచెం రిసీవ్ చేసుకోవడం కొద్దిగా కష్టం, ఎందుకంటే వాళ్ళకు ఉన్నటువంటి ఆలోచన విధానం అంతా కూడా. కాకపోతే 1-2-3 సార్లు మనం పదే వాళ్ళని దగ్గర తీసుకొని వాళ్ళ ఫ్రెండ్లీ నేచర్ తీసుకొని వెళ్తాం వల్ల వాళ్ళు మనం కొద్దిగా, అంతేగాని కష్టం అది. അതായത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ ഈ യുവജനത ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷ കാര്യങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു അധ്യാപകനും നല്ല സാക്ഷിയുള്ളൊരു ദേവദാസൻ അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുമ്പോൾ 1, 2, 3 പല പ്രാവശ്യങ്ങൾ ആവർത്തിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ആ പ്രാർത്ഥനകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുകയാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നല്ലൊരു അധ്യാപകനാണ്, എനിക്കറിയാം, നല്ലൊരു അധ്യാപകനാണ്, അതുപോലെ നല്ല സാക്ഷ്യമുള്ളൊരു ദേവദാസനാണ്. അതുകൊണ്ട് ആ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതിയും സമീപന രീതിയൊക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് కుట్టిల അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത്. సార్, అది కాకుండా మీరు యూట్యూబ్ ఒక ఛానల్, ఇంగ్లీష్ ఛానల్ నడిపిస్తున్నారు కదా ఇంగ్లీష్ నేర్పించడానికి, అవి ఎట్లా జరుగుతుంది? ఒక അദ്ദേഹത്തിന് ഒരു యూట్యూబ్ ఛానల్ ഒക്കെ ഉണ്ട് ఇంగ్లీష్ പഠിപ്പിക്കാൻ വേണ്ടി. ఎట్లా జరుగుతుంది సార్, చెప్పగలరా? అదొന്ന് విస్తీరికామని ചോദിക്കുന്നത്. అది పర్లేదు, ప్రస్తుతానికైతే అంటే ఈ మధ్య కాలంలో స్టార్ట్ చేశాను. దాంట్లో కూడా పిల్లలు బాగా రెస్పాన్స్ అవుతున్నారు. ഓക്കെ, നല്ല രീതിയിലാണ് യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പൊതുവായിട്ട് നല്ല എല്ലാ കാര്യങ്ങളിലും ఇన్వాల్వ్ ആയിട്ടുള്ള ഒരു ദേവദാസനാണ്. సార్, మీరు చర్చ్ కట్టారు కదా, చర్చ్ మినిస్ట్రీ కూడా జరుగుతుంది కదా, ఈ చర్చ్ మినిస్ట్రీ కూడా జరుగుతుంది. కాకపోతే మన చర్చ్ మధ్యలోనే ఆగిపోయింది. സഭാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചർച്ചിന്റെ പണി పగదిയിൽ నిన్నుపోయి సాంపత్తిక പ്രതിസന്ധి കൊണ്ട് ప్రార్థిക്കണം, എല്ലാവരുടെയും ప్రార్థన ചോദിക്കുന്നു. సార్, రాబోయే రోజుల్లో ఇంకా విస్తారముగా యవనస్తుల మధ్యలో మీరు ఎట్లాంటి పరిచర్య చేయాలనుకుంటున్నారు? నేను വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയുള്ള ശുശ്രൂഷ കൂടുതൽ യവനക്കാരുടെ ഇടയിൽ ചെയ്യാമെന്നാണ് സാർ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. యవన బిడ్డల మధ్యలో మనం పరిచర్య అనేది ఎక్స్ప్లెయిన్ చేసి చెప్పండి. దాన్ని పిల్లలకు మనం ట్రాక్స్ ద్వారాగా పాటల్లోని తీసుకెళ్ళటం, మ్యూజికల్గా లాంటివి కానీ, అట్లాగనే బైబిల్ రీడింగ్ లాంటివి, బైబిల్ స్టడీ, బైబిల్ క్విజ్ కూడా మనం ఆల్రెడీ రన్నింగ్లో ఉంది. సో దాని ద్వారాగా మనం పరిచర్యను ముందుకు తీసుకెళ్ళాలనుకుంటున్నాం. అట్లా അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ബൈബിൾ ക്വിസ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ആകർഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത് വരുന്ന ദിവസങ്ങളിൽ ആ ബൈബിൾ ക്വിസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടി സമ്മാനങ്ങൾ കൊടുക്കുകയും അവരുടെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുകയും ഓൺലൈനിൽ അത് അയച്ചു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു രീതിയിലാണ് അദ്ദേഹം സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. సార్, పిల్లల గురించి, ఫ్యామిలీ గురించి చెప్పలేదు అంటే కుటుంబത്തെ పగిలేదాను. మనకు దేవుడు 2 పిల్లల్ని ఇచ్చాడు. నేను, మా వైఫ్, 2 పిల్లలు. పాప ప్రజెంట్ 9th స్టాండర్డ్, బాబు 6th క్లాస్. അദ്ദേഹവും ഭാര്യയും 2 കുട്ടികളുമാണ്. മോള് ഈ വർഷം 9th క్లాస్ലാണ് പഠിക്കുന്നത്, 6th క్లాస్ലാണ് ఆ మోన్ പഠിക്കുന്നത്. సార్, మీరు ఈ తరంలో ఉన్నటువంటి యవనస్తులకి కానీ పాస్టర్స్కి కానీ ఏ మెసేజ్ చెప్తామనుకున్నాను? ഇന്ന് പ്രവർത്തിക്കുന്ന ചെയ്യുന്നുള്ള യവനക്കാർക്കും അതുപോലെ തന്നെ പാസ്റ്റർമാർക്കും വരുന്ന നാളുകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും എന്ത് സന്ദേശമാണ് പാസ്റ്റർ നൽകാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. యవనస్తులకైతే నేను ఒకటే చెప్పాలనుకుంటున్నాను. యవన బిడ్డలు ముఖ్యంగా ఈ రోజుల్లో సెల్ ఫోన్ ప్రభావం ఎక్కువ పడిపోయి సెల్ ఫోన్కి అడిక్ట్ అయిపోతున్నారు. సో దాని ప్లేస్లో మనం బైబిల్ని కానీ వాళ్ళ దగ్గరికి తీసుకెళ్ళగలిగితే, స్వార్థ రూపంలో కావచ్చు, మ్యూజిక్ రూపంలో కావచ్చు, వాళ్ళని మోటివేట్ కానీ చేయగలిగితే కొంచెం అంటే కొంచెం కొద్ది గొప్ప మార్పు మనం తీసుకొని రావచ్చు. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ചെറുപ്പക്കാരാട്ടെ കുട്ടികളായിരിക്കട്ടെ അവരെല്ലാം തന്നെ സെൽഫോണിന് അടിമകളായിട്ട്, സോഷ്യൽ മീഡിയയ്ക്ക് ഒക്കെ അടിമകളായിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ആരുടെയും
ആര് പറയുന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല, ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവരെ അതിൽ നിന്നും നീ സെൽഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് അവരെ നിർത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ആലോചിക്കണം. അതും കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിന് നമ്മൾ വലിയ നല്ല പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് അവരെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. വെറുതെ ഇങ്ങനെ നീ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ ഒരു ദിവസം ഒരു 10 മണിക്കൂറാണ് അവരുടെ സ്ക്രീൻ ടൈമെങ്കിൽ ഈ 10 മണിക്കൂർ അവരുടെ സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വേറെ ഓപ്ഷൻസ് അവരുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി സുവിശേഷപരമായിട്ടുള്ള പരിപാടികളും പദ്ധതികളും നമ്മൾ വളരെ വിവേകപൂർവ്വമായിട്ട് തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതിന് മാറ്റം വരുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു വലിയ സന്ദേശമാണ്. సార్ ఇప్పుడు మీరు పరిచర్య చేసేటువంటి ఊర్లోనూ సంఘాలు కట్టారా, చర్చెస్ ఏమైనా కట్టారా? ഞാൻ ചോദിച്ചത് ഇപ്പം പല വില്ലേജുകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ പള്ളികൾ ചർച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. చర్చెస్ అయితే మనం కట్టలేదు, మనం అక్కడ ఉన్నటువంటి సంఘాలను బలపరుస్తున్నాం. ఒక చర్చి దగ్గరికి వెళ్ళడం, అక్కడ యూత్కు మనం మెసేజ్ ఇవ్వటం, వాళ్ళని బలపరచడం, ఆ సంఘంలో పాస్టర్కి మనం టైఅప్ చేయటం. ഓക്കെ, അത് വ്യത്യസ്തമായിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ചർച്ചകളൊന്നും പണിയുന്നില്ല. പക്ഷേ ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെന്നിട്ട് അവിടുത്തെ യുവാക്കളോട്, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട യുവാക്കളുടെ ഇടയിലുള്ള മിനിസ്ട്രിയാണ്. അത് വളരെ ശക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആ ഗ്രാമത്തിലെ സഭകളിലെ ചെറുപ്പക്കാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ദേവദാസൻ്റെ ഒപ്പമായിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് സുവിശേഷ വേല ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹം ദേവദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് യാതൊരു ലജ്ജയും കൂടാതെ അദ്ദേഹം തന്നെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് അവരുടെ സഹായത്തോടുകൂടി പല ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ ആശ്ചര്യമുണ്ടാക്കുന്നതും ഉത്തേജനം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഇൻ്റർവ്യൂ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.